വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. സുപ്രീം കോടതി ജസ്റ്റിസ് എ.കെ. സിക്രിയെ CSTയുടെ പ്രസിഡന്റായി കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തു. കഴിഞ്ഞ മാസമാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ പ്രസിഡന്റായി ശുപാർശ ചെയ്തത്. ജസ്റ്റിസ് എ.കെ. സിക്രി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശുപാർശ. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റാനുള്ള ഉന്നതാധികാര സമിതിയിൽ ജസ്റ്റിസ് എ.കെ. സിക്രി അംഗമായിരുന്നു. മൂന്നംഗ സമിതിയിൽ മോദിക്കൊപ്പം നിന്ന് അലോക് വർമ്മയെ നീക്കാൻ എ.കെ. സിക്രി വോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഒരു മാസം മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ സിക്രിയെ CSTയുടെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് വിരമിക്കുന്ന പശ്ചാത്തലത്തിൽ CSTയുടെ പ്രസിഡന്റ് ആക്കാനുള്ള ശുപാർശ ഒരു മാസം മുന്നേ തന്നെ നടത്തിയിരുന്നു കേന്ദ്ര സർക്കാർ. ഇതിനെ തുടർന്നാണ് അലോക് വർമ്മയെ മാറ്റാനുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള മൂന്നംഗ സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. ഒപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പം അംഗമായിരുന്ന ഇദ്ദേഹം എ.കെ. സിക്രിയെ മാറ്റുന്നതിന് വോട്ട് ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന ഒരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഹരീഷ്, വിവിധ സുപ്രീം കോടതി ജസ്റ്റിസ് എ.കെ. സിക്രിക്ക് പുതിയ സ്ഥാനലബ്ധി ലഭിച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രൈബ്യൂണൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് കേന്ദ്ര സർക്കാർ എ.കെ. സിക്രിയെ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാർച്ച് 6 സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന ജസ്റ്റിസ് എ.കെ. സിക്രിയെ കഴിഞ്ഞ മാസമാണ് കേന്ദ്രം ശുപാർശ ചെയ്തിരിക്കുന്നത്. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നീക്കിയ ഉന്നത സമിതിയിലെ അംഗമായിരുന്നു ജസ്റ്റിസ് സിക്രി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കെതിരെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദിയാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രൈബ്യൂണൽ. ഒരു പ്രസിഡന്റും 6 അംഗങ്ങളുള്ള ട്രൈബ്യൂണൽ കുറെ വർഷങ്ങളായി ഇന്ത്യക്ക് പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒഴിവന്ന ഒരു അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചത്. ഈ സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് എ.കെ. സിക്രിയുടെ പേര് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സിക്രിയുടെ പേര് ശുപാർശ ചെയ്യാനുള്ള താല്പര്യം ഡിസംബറിൽ കേന്ദ്ര നിയമ മന്ത്രാലയം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ കത്തിലൂടെ അറിയിച്ചു. തുടർന്ന് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സിക്രിയുടെ സമ്മതം ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിനെ തിരിച്ചറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിക്രിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിക്കുകയായിരുന്നു. മാർച്ച് 6 സുപ്രീം കോടതി വിരമിക്കുന്ന ജസ്റ്റിസ് സിക്രി ഇതിനുശേഷം സ്ഥാനം ഏറ്റെടുക്കും. അംഗത്വം ഏറ്റെടുത്തതിന് ശേഷം ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ് സ്ഥാനവും സിക്രിക്ക് ലഭിച്ചേക്കും. 4 വർഷത്തേക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള CVC റിപ്പോർട്ട് ചർച്ച ചെയ്യാനുള്ള ഉന്നതതല സമിതി യോഗത്തിൽ എ.കെ. സിക്രി അംഗമായിരുന്നു. വിധി പ്രസ്താവന നടത്തിയ ബെഞ്ചിലെ അംഗമായതിനാൽ ഉന്നതതല സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം ആണ് പകരക്കാരൻ എ.കെ. സിക്രിയെ നിയോഗിച്ചത്. അലോക് വർമ്മയെ CBI സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പ്രധാനമന്ത്രി നിലപാടിനോട് യോജിച്ച് ഒപ്പം നിന്ന് ജസ്റ്റിസ് സിക്രിയായിരുന്നു. മറ്റൊരു അംഗമായ മല്ലികാർജ്ജുൻ ഖാർഗെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും രണ്ടുപേരുടെ ഭൂരിപക്ഷ വിധിയുടെ അലോക് വർമ്മയെ മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ അലോക് കുമാർ വർമ്മയെ മാറ്റാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തത് ജസ്റ്റിസ് എ.കെ. സിക്രി ആയിരുന്നു. കാരണം 3 അംഗ സമിതി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമാണ് എതിരഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയതും ബാക്കി 2 പേരും ഒന്നിച്ചു നിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വിരമിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന പദവികൾ ജസ്റ്റിസ് സിക്രി ഏറ്റെടുക്കണമെന്ന് മുതിർന്ന അഭിഭാഷകർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പദവി ഏറ്റെടുത്തത്. പദവി കഴിഞ്ഞ മാസം കൂടി തന്നെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതി ജസ്റ്റിസ് എ.കെ. സിക്രിക്ക് ഒരു പുതിയ സ്ഥാനലബ്ധി ലഭിച്ചിരിക്കുന്നു പറയേണ്ടി വരുന്നു. ബിബിന, വ്യക്തമാണ്. സുപ്രീം കോടതി ജസ്റ്റിസ് എ.കെ. സിക്രിയെ CSTയുടെ പ്രസിഡന്റായി കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തു. കഴിഞ്ഞ മാസമാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ പ്രസിഡന്റായി ശുപാർശ ചെയ്തത്. ജസ്റ്റിസ് എ.കെ. സിക്രി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശുപാർശ. വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയതും IRCTC അഴിമതി കേസിൽ ഒരു പ്രതിയെ FIRൽ നിന്ന് ഒഴിവാക്കിയെന്നുമുള്ള ആരോപണങ്ങളിലാണ് അന്വേഷണം ആവശ്യപ്പെടുക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് CVC അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന നീക്കവുമായി രംഗത്തു വന്നത്. അലോക് വർമ്മയ്ക്കെതിരെ രാകേഷ് അസ്താന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം CVC അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള CVC അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് A.K. പട്നായിക് അലോക് വർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അസ്താന പരാതിയിൽ ഉന്നയിച്ച 10 ആരോപണങ്ങളിൽ 4 തുടരന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി CVC കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കോഴ വാങ്ങിയതിന് സാഹചര്യങ്ങളുണ്ടെന്നാണ് CVCയുടെ വാദം. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യപ്രതിയായ IRCTC അഴിമതി കേസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഒഴിവാക്കാൻ ഇടപെട്ടു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ CBI നിയമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളിലാണ് CVC CBIയുടെ തുടരന്വേഷണം ആവശ്യപ്പെടുക.
അതേസമയം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അലോക് വർമ്മയ്ക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ. CVC റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കാൻ അവസരം നൽകാതെ വർമ്മയെ പുറത്താക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധം എന്നാണ് ഠാക്കൂർ ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പാട്ടെ ഖനനം നിയമപരമെന്ന് മന്ത്രി EP ജയരാജൻ. തൊഴിലാളികളെ വഴിയാധാരമാക്കാനുള്ള ഒരു നിലപാടിനും സർക്കാർ സ്വീകരിക്കില്ല. സമരക്കാർ ഇതുവരെയും സർക്കാരെ സമീപിച്ചിട്ടില്ല എന്നും EP ജയരാജൻ പറഞ്ഞു. ആ നാടിന്റെ സമ്പത്താണിത്. ആ നാടിന്റെ ജനങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ വഴിയാധാരമാക്കി അടിച്ചുകൂട്ടി പോകാനൊന്നല്ല ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്. ഗവൺമെന്റ് ഉത്തരവാദിത്വം നിർവഹിക്കും, വ്യവസായം സംരക്ഷിക്കും. ഇതൊരു പരിസ്ഥിതി പ്രശ്നങ്ങളുമില്ല. എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഇനി ഏതെങ്കിലും കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതുകൂടി പരിഹരിക്കും. മകരവിളക്കുത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. പോലീസും മറ്റ് സുരക്ഷാ സേനകളും ജാഗ്രതയിലാണ്. ശബരിമലയിൽ വരുമാനം കുറവാണെങ്കിലും സർക്കാർ ഒപ്പമുണ്ടെന്ന വിശ്വാസമുണ്ട്. ഈ വിഷു മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര സൌജന്യമാക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മകരവിളക്ക് തെളിയാൻ മണിക്കൂറുകൾ മാത്രമാക്കി നിൽക്കെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ വകുപ്പ് തല യോഗം വിളിച്ചു ചേർത്തു. ഓരോ വകുപ്പും നിലവിലെ ക്രമീകരണങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. സന്നിധാനത്ത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മകരവിളക്ക് ദർശനത്തിനായുള്ള ഭക്തർക്കുള്ള സൗകര്യങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് പ്രതികരിച്ചു. വരുന്ന വിഷുക്കാലം മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര അയ്യപ്പന്മാർക്ക് സൗജന്യമാക്കുന്നതിന്റെ ശ്രമത്തിലാണ് ദേവസ്വം ബോർഡെന്നും ചില സംഘടനകളും വ്യക്തികളും ഇതിനായി വാഹനം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കൽ ബേസ് ക്യാമ്പായതിൻ്റെ ഒരു ഗുണം നമ്മളിപ്പോൾ കണ്ടു. ചെറിയ ചില ദോഷങ്ങളുണ്ട്, ഇല്ലയെന്നല്ല. ആ ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് ഈ വിഷു മുതലെങ്കിലും നിലയ്ക്കൽ നിന്ന് പമ്പ വരെയുള്ള സർവീസ് അത് ഭക്തജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഭക്തജനങ്ങൾക്ക് വരാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശബരിമലയിൽ വരുമാനം കുറവാണെങ്കിലും സർക്കാർ ഒപ്പമുണ്ടെന്ന വിശ്വാസമുണ്ട്. ബജറ്റിന് മുമ്പേ സർക്കാരുമായി ശബരിമലയിലെ വികസനത്തെക്കുറിച്ച് ധാരണയിലെത്തും. പുതിയ കെട്ടിടങ്ങൾ സന്നിധാനത്ത് പണിയില്ലെന്നും നിലവിലെ ക്ഷേത്രത്തോട് ചേർന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഭസ്മക്കുളവും മണിക്കിണർ നിർമ്മിക്കുവാൻ ബോർഡ് തയ്യാറെടുക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. റിനു ശ്രീധർ, സന്നിധാനം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറ്റം വിവാദത്തിലേക്ക്. കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സംശയിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. EM അഷ്റഫിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷം തന്റെ നിലപാട് മാറ്റി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതൊരു ദേശീയ നേതാവിന് ചേർന്നല്ലെന്നും ദുബായിലെ മാധ്യമ പ്രവർത്തകനായ ഭാസ്കർ രാജ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ PCCയുടെ ഉപദേശം കേട്ടതിന് ശേഷം, ഉപദേശം എന്നാണ് പറഞ്ഞത്, അവരുടെ വാദം കേട്ടതിന് ശേഷം ആണ് നിലപാട് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. നേരത്തെയുള്ള നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് നേരെ ഒരു മലക്കമറിച്ചിലാണ് അദ്ദേഹം ചെയ്തത്. അത് പറയുന്നത് രണ്ട് ഭാഗത്ത് ന്യായമുണ്ടെന്നാണ്. പക്ഷേ ഈ ന്യായമുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു വാദത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഘടകത്തിൽ, കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. രണ്ട് ചേരി, അതായത് ചേരിതിരിവ് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആകും. കാര്യം കൂടുതൽ കേന്ദ്രത്തിനോട് കൂടുതൽ ആഭിമുഖ്യം, അതായത് ഹൈക്കമാൻഡിനോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടെന്ന് കാണിക്കാൻ ഒരു വിഭാഗവും, എന്നാൽ അതേ സമയത്ത് തന്നെ അന്ധവിശ്വാസവും അനാചാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു വഴിയിലേക്ക് പോകാനായിട്ടാണ് ഇത് സാധ്യതയുള്ളത്. ഒരു ദേശീയ നേതാവിന് ചേർന്ന്, ദേശീയ നേതാവ് പ്രത്യേകിച്ച് ഒരു യുവജനതയെ യഥാർത്ഥത്തിൽ നേരായ വഴിക്ക് നയിക്കേണ്ട ഈ അവസരത്തിൽ അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനായിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. സുപ്രീം കോടതിയുടെ തീരുമാനത്തെപ്പറ്റി നേരത്തെ തന്നെ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മനഃപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇതിപ്പോൾ സബ് ജുഡീസി ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുപ്രീം കോടതിൻ്റെ തീരുമാനത്തെ എതിർക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അനുകൂലിക്കാനോ അദ്ദേഹം മെനക്കെട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഏത് വാദം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് രാഷ്ട്രീയമായ ചില പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഒരു നിലപാട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ
കാണുന്നത് കേരളത്തിൽ, അതായത് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്ന് നമ്മൾ ധരിച്ചിരുന്നതായ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ളതിൻ്റെ പേരിലോ രണ്ട് ചേരി ആയിട്ട് തിരിഞ്ഞതിന് ശേഷം അന്ധവിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കത്ത വിധത്തിലുള്ള ഒരു സമൂഹം കേരളത്തിൽ വളരുകയാണ്. അതിനെതിരായിട്ട് യുവാക്കളെ അണിനിരത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു യുവ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് അദ്ദേഹം ചെയ്തില്ലെന്നുള്ളത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് മാറാൻ പാടില്ലായിരുന്നു. കേരള ഗവൺമെന്റ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയല്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. EM അഷ്റഫ്, ദുബായ്. കെ മുരളീധരന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മറുപടി: എന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നവർ അവരുടെ സ്ഥാനം ആദ്യം ഉറപ്പിക്കുകയാണ് വേണ്ടത്. രാമൻ നായരെ പോലും നിലനിർത്താൻ പറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പത്മകുമാർ പറഞ്ഞു. മരിക്കുമ്പോഴും ചെങ്കൊടി പുതച്ച് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും പത്മകുമാർ വ്യക്തമാക്കി. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസിനകത്തേക്കൊക്കെ ആളിനെ ക്ഷണിക്കുമ്പോൾ ഈ ക്ഷണിക്കുന്നവരുടെ സ്ഥാനം അതിനകത്ത് ഉറപ്പാണോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, രാമൻ നായരെ പോലുള്ളവരെ പോലും കോൺഗ്രസിനകത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകളുള്ളവരാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പറ്റിയുള്ള കരുതലിന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10-15 വയസ്സുള്ളപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ ആരംഭിച്ച 73 മുതൽ നാളിതുവരെ എനിക്കെൻ്റെ പാർട്ടിയോ ഞാൻ നിന്ന മുന്നണിയോ മാറേണ്ടി വന്നിട്ടില്ല. നിന്ന പാർട്ടിയോ മുന്നണിയോ മാറേണ്ടി വന്നവരും മാറിയും മറിഞ്ഞും നിന്നിട്ടുള്ളവരും അവനവൻ്റെ സ്ഥാനത്തെ പറ്റി സ്വപ്നമുള്ളവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം കണ്ണടയ്ക്കുന്ന കാലത്ത് ഇത്രയും കാലം പിടിച്ച കൊടി ആ കൊടി പുതപ്പിച്ചിട്ട് കിടക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് മുരളീധരന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മുരളീധരൻ അങ്ങനെ പറഞ്ഞത്. തിരിച്ചെത്താം, ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്ക് നിരാശ. ചെറു പാർട്ടികളെ ചേർത്ത് കോൺഗ്രസ് മതേതര സഖ്യത്തിന് UPയിൽ നേതൃത്വം നൽകും. മായാവതി അഖിലേഷ് സഖ്യ ചർച്ചകളിൽ നിന്നും സമാജ്വാദി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയെന്ന വിമർശനവുമായി പാർട്ടി രാജ്യസഭാ MP അമർ സിംഗ് രംഗത്തെത്തി. ഉത്തർപ്രദേശിൽ വലിയ പ്രചാരണ തന്ത്രങ്ങളാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരുന്നത്. അടുത്ത മാസം പകുതിയോടെ പശ്ചിമ UPയിലെ കാർഷിക ഭൂമിയായ ഹാംപൂർ ജില്ലയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ റാലിയോടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കുക. 11 വൻ റാലികളെ UPയിൽ രാഹുൽ അഭിസംബോധന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സഖ്യകക്ഷിയായ സമാജ്വാദി കോൺഗ്രസ് ബന്ധം വിട്ട് മായാവതിയുമായി സഖ്യം പ്രഖ്യാപിച്ചത് ഈ പ്രചാരണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. BJPക്കെതിരെ പൊതുസഖ്യം എന്നതായിരുന്നു കോൺഗ്രസ് ആഗ്രഹം. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. സഖ്യത്തിലൂടെ ഇത് മറികടക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. മായാവതിയുടെയും അഖിലേഷിന്റെയും നിലവിലെ നീക്കത്തിൽ രാഹുൽ ഗാന്ധി നിരാശ പ്രകടിപ്പിച്ചതായും സൂചനയുണ്ട്. പക്ഷേ സഖ്യത്തിനെതിരെ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദിനോട് പാർട്ടി പ്രചാരണങ്ങൾ ശക്തമാക്കാൻ രാഹുൽ നിർദ്ദേശം നൽകി. കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും പൊതുതെരഞ്ഞെടുപ്പ് നേരിടുക. UPയിലെ ചെറുപാർട്ടികളെ ചേർത്ത് മതേതര സഖ്യത്തിന് രൂപം നൽകി കോൺഗ്രസ് മത്സരിക്കണമെന്ന താൽപര്യവും ചില ഹൈക്കമാൻഡ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു. അതേസമയം മായാവതിയുമായി അഖിലേഷ് നടത്തിയ സഖ്യത്തിനോട് സമാജ്വാദിയിലെ മുലായം സിംഗ് വിഭാഗം നേതാക്കൾ പൂർണ്ണ തൃപ്തരല്ലെന്നാണ് സൂചന. പാർട്ടി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയാണ് മകൻ അഖിലേഷ് യാദവ് സഖ്യം രൂപപ്പെടുത്തിയതെന്ന് പാർട്ടി രാജ്യസഭാ MP അമർ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. IT മേഖലയിൽ 2.5 ലക്ഷം പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന IT വകുപ്പ് സ്ഥാപിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമുച്ചയം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അതിവേഗം വളരുന്ന സംസ്ഥാനത്തെ IT മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ് പുതിയ സംരംഭമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1,82,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമുച്ചയം കളമശ്ശേരിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാജ്യത്തെ പ്രമുഖ IT വിദഗ്ധരെയും നവസംരംഭകരെയും സാക്ഷികളാക്കി സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. IT മേഖലയിൽ 2.5 ലക്ഷം പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് IT സ്റ്റാർട്ടപ്പ് സമുച്ചയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IT മേഖലയിൽ 2.5 ലക്ഷം പേർക്ക് പ്രത്യക്ഷ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് കൈക്കൊണ്ടുവരുന്നത്. ആ ലക്ഷ്യം
സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ചരിത്രപരമായ ഒരു ചുവടുവെപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. 13.5 ഏക്കറിലാണ് ലോകത്തിന് തന്നെ മാതൃകയായ IT സ്റ്റാർട്ടപ്പ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ സൗകര്യങ്ങളും പിന്തുണയും ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന സൌകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥാപിച്ച കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാണ് എന്നതിനാൽ ദരിദ്രർ മാത്രമല്ല ചില സമ്പന്നരും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കടപിടിക്കത്തക്ക നിലയിലുള്ള സൗകര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒരുക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ തരത്തിലുള്ള ചികിത്സകൾ, അതിൽ അവയവമാറ്റം, ഹൃദയം മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്നുണ്ട്. 285 കോടി രൂപ മുതൽ മുടക്കിലാണ് മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി സമുച്ചയം 8 നിലകളിലായി നിർമ്മിക്കുന്നത്. കിഫ്ബിയിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത്. ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിൽ പുതുതായി സ്ഥാപിച്ച കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MK സാനു, MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരിച്ചെത്താം, ഇടവേള. വാർത്തകൾ തുടരുന്നു. രക്തസാക്ഷി അഭിമന്യുവിന്റെ സ്വപ്ന വീട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറും. അഭിമന്യുവിന്റെ കുടുംബത്തിനു വേണ്ടി CPIM വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അഭിമന്യുവിന്റെ നാമത്തിൽ വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. അഭിമന്യു ബാക്കിവെച്ച ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുകയാണ്. ഒറ്റമുറി വീട്ടിൽ നിന്ന് അവന്റെ കുടുംബത്തിന് മോചനമാകുന്നു. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൌസല്യ എന്നിവർക്കായി വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ CPIM വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് 1256 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. മുഖ്യമന്ത്രി നിർവഹിക്കുന്ന വീടിന്റെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടിയാണ് വട്ടവടയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. ആദ്യമായി തന്നെ അവിടെ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. അവിടെ വീട് നിർമ്മിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം, അതും അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽ ദാനം 14-ാം തീയതി രാവിലെ 10:30 മണിക്ക് മുഖ്യമന്ത്രി നൽകാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ജൂലൈ 2-നാണ് SDPI പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അഭിമന്യുവിന്റെ വിയോഗത്തെ തുടർന്ന് ഈ കുടുംബത്തെ CPIM ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓട്ടോ ഡ്രൈവറായ യുവാവിനെ അപകടം അബോധാവസ്ഥയിലാക്കിയിട്ട് 3 മാസം തികയുന്നു. അപകടത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടാതെ ആശുപത്രി കിടക്കയിൽ കഴിയുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് സ്വദേശി മനോജ്. മനോജിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുകയാണ് ഭാര്യയും പറക്കമുറ്റാത്ത 2 കുട്ടികളും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നായിരുന്നു ചപ്പാരപ്പടവ് സ്വദേശി മനോജിന്റെ കുടുംബത്തെ ഇരുട്ടിലാക്കിയ അപകടം. പണി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓട്ടോറിക്ഷ മറയുകയായിരുന്നു. അപകടത്തിൽ തലച്ചോറിനാണ് ക്ഷതമേറ്റത്. അപകടത്തിന് ശേഷം ഇതുവരെ മനോജിന് ബോധം തെളിഞ്ഞിട്ടില്ല. 2 ആഴ്ച പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കഴിഞ്ഞു. അതിനുശേഷം കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 3 മാസത്തോളമായി അബോധാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ് മനോജ്. ദിനംപ്രതി 2000 രൂപയോളമാണ് മരുന്നിന് മാത്രം വേണ്ടത്. ദീർഘനാളത്തെ വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവ് വരും. ചികിത്സയ്ക്കും വീട്ടുചെലവിനും വഴിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് മനോജിനെ മാത്രം ആശ്രയിച്ച് കഴിയുകയായിരുന്ന ഭാര്യയും 2 കുഞ്ഞുമക്കളും ഉൾപ്പെടുന്ന കുടുംബം. ചികിത്സ ഇപ്പം 3 മാസത്തോളമായി ചികിത്സയിൽ 25 ദിവസത്തോളം പരിയാരം ICUവിൽ കിടന്നു. അപ്പം അതിനുശേഷം ഇപ്പം കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്.
ഇനി എത്ര നാൾ ചികിത്സ വേണമെന്നുള്ളതൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. നല്ലൊരു സമയമെടുക്കും, നേരെയായി വരാമെന്നാണ് പറഞ്ഞത്. മനോജിന്റെ ചികിത്സക്കായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് സ്വരൂപിക്കാൻ കഴിയുന്നതിലും ഏറെയാണ് ചികിത്സയ്ക്ക് വേണ്ട പണം. മനോജിന്റെ ഭാര്യ സവിതയുടെ പേരിൽ തളിപ്പറമ്പ് SBI ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 380-882-815-89 എന്ന അക്കൗണ്ടിലേക്ക് പണം അയച്ച് ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ സഹായിക്കാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പ്രമുഖ ഗാന്ധിയനും പ്രഭാഷകനുമായ KP റഹീം അന്തരിച്ചു. കണ്ണൂർ പാനൂർ സ്വദേശിയാണ്. മാഹിയിൽ ഗാന്ധിജി എത്തിയതിന്റെ 85ാം വാർഷിക പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാനൂർ ജുമാഅത്ത് പള്ളിയിൽ നടക്കും. KP റഹീമിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്തിനകത്തും പുറത്തും പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയും ഗാന്ധിയൻ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മൂന്നാർ പൂപ്പാറയ്ക്ക് സമീപം റിസോർട്ട് ഉടമയെയും ജീവനക്കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. റിസോർട്ട് ഉടമ രാജേഷിന്റെയും സഹായിയായിരുന്ന മുത്തയ്യയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. റിസോർട്ടിന് സമീപം ഏലത്തോട്ടത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിലായിരുന്നു രാജേഷിന്റെ മൃതദേഹം. കെട്ടിടത്തിനുള്ളിൽ നിന്നാണ് മുത്തയ്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. പുതിയതായി വന്ന ജീവനക്കാരൻ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ടതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാൾക്കായി ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ വ്യാപകം. അംഗീകൃത സ്വർണ്ണ വ്യാപാരികളുടെ ആഭരണങ്ങളുടെ മാതൃകയിൽ മറ്റ് ലോഹങ്ങളിൽ പണിതാണ് തട്ടിപ്പുകൾ. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം. കുട്ടനാട്ടിലെ ചില പണമിടപാട് കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ഡിസംബറിൽ തട്ടിപ്പുകൾ നടന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെത്തി സമീപ പ്രദേശങ്ങളിലെ മേൽവിലാസം നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അത് ഈ 916 സീലും കടയുടെ സീലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇരുന്ന പെണ്ണ് കൂടുതലായിട്ടൊന്നും നോക്കിയില്ല. അപ്പോൾ അടുത്ത പ്രദേശമായത്, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു നാട്ടിൻ പ്രദേശമാണല്ലോ. ഇപ്പോൾ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് അങ്ങനെ ID പ്രൂഫോ അല്ലെങ്കിൽ വേറെ ഒന്നും മേടിക്കുന്ന അങ്ങനെയല്ല, എല്ലാം അറിയാവുന്ന ആൾക്കാർക്ക് ആണെന്നുള്ള രീതിക്ക് അങ്ങ് എടുത്തതാണ്. അത് 2 അഡ്രസ്സിൽ 2 പേരാണ് വന്ന് പണയം വെച്ചത്. സ്ഥിരമായിട്ട് നമുക്ക് ഗോൾഡ് കൈകാര്യം ചെയ്യുന്നവർക്കെ പെട്ടെന്ന് ഇത് വരച്ച് നോക്കാതെയോ അല്ലെങ്കിൽ ഇത് ആസിഡ് ചെയ്തോ ഒക്കെ അല്ലാതെ അറിയാനൊക്കത്തില്ല. കാരണം വെച്ചാൽ ഇതിന് 2 സ്ഥലത്തു നിന്ന് സീലും, അപ്പോൾ ഇതിനു വേണ്ടി തന്നെ പണിത് വന്നിരിക്കുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനത്. ഇടപാടുകാരെ വിശ്വസിപ്പിക്കാൻ 916 മുദ്രകൾ ആലേഖനം ചെയ്ത ആഭരണങ്ങൾ നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഒന്നിലധികം ആളുകളെത്തിയാണ് ഇത്തരം ആഭരണങ്ങൾ സ്വർണമെന്ന വ്യാജേന പണയം വയ്ക്കുന്നത്. കേരളത്തിലാകമാനം സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നു വരുന്നതായും ഇവർ പറയുന്നു. തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ ചിലരുടെ ചിത്രങ്ങൾ CCTV ക്യാമറയിലൂടെ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ഷദഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.